ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 5-ാമത്തെ ദശകം, 1-2 ശ്ലോകങ്ങൾ, അങ്ങനെ തുടർച്ചയായിട്ട് 10 വരെ നോക്കാം. ഓം നമോ നാരായണായ. ദശകം 5. വിരാട് പുരുഷോത്പത്തി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വ്യക്തമിദം ന കിഞ്ചിത് അഭവത് പ്രാകൃത പ്രക്ഷയേ. വ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ. മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം. മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം. നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാനോ ന രാത്രേ സ്ഥിതിഃ. നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാനോ ന രാത്രേഃ സ്ഥിതിഃ. തത്രൈകസ്ത്വം അശിഷ്യതാഃ കില പരാനന്ദപ്രകാശാത്മനാ. തത്രൈകസ്ത്വം അശിഷ്യതാഃ കില പരാനന്ദപ്രകാശാത്മനാ. ഏതാ വാക്ക് മുറിക്കേണ്ടത്, പദം മുറിക്കേണ്ടത് നോക്കാം. വ്യക്തമിതം ഉണ്ട്. വ്യക്തം, അവ്യക്തം, ഇതം എന്ന 3 വാക്കാണ് വ്യക്തമിതം എന്ന് എഴുതിയിട്ടുള്ളത്. ന കിഞ്ചിത് അഭവത്, ന കിഞ്ചിത് അഭവത് എന്നുണ്ട്. ന കിഞ്ചിത് അഭവത് പ്രാകൃത പ്രക്ഷയേ. മായായാം ഗുണസാമ്യ രുദ്ധ വികൃതൗ ത്വയി ആഗതായാം ലയം. ത്വയ്യാഗതായാം ലയം എന്ന് വന്നിട്ടുണ്ട്. ത്വയി ആഗതായാം ലയം. നോ മൃത്യുശ്ച, നോ മൃത്യുഃ ച തദാമൃതം, തദാമൃതം ച സമഭൂന്ന് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഉണ്ട്. പിന്നെ അടുത്ത വരിയിൽ നോ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വായിക്കേണ്ടത് സമഭൂത് ന അന്നോ നരാത്രേഹേ, അങ്ങനെയാണ് വരിക. അപ്പോ നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാനോ, അന്നം എന്ന് പറഞ്ഞാല് പകല്, നരാത്രേഹേ സ്ഥിതിഃ. തത്രൈകസ്ത്വം അശിഷ്യത. അവിടെ സ്ഥിതി എന്ന് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഉണ്ട്. നിസ്താന്ന തുടങ്ങുന്നത്. അപ്പോ സ്ഥിതിഃ തത്രൈകസ്ത്വം അശിഷ്യതാഃ. തത്രൈകസ്ത്വം അശിഷ്യത, അതാണ് തത്രൈകസ്ത്വം അശിഷ്യതാഃ കില പരാനന്ദ പ്രകാശാത്മനാ. ഇതിലും അധികം വാക്കൊന്നും മുറിക്കാനില്ല, എളുപ്പത്തിൽ വായിച്ചു പോകാൻ പറ്റും. ഇനി ഇതിന്റെ അർത്ഥം കൂടി നമുക്കൊന്ന് നോക്കാം. പ്രാകൃത പ്രക്ഷയേ, പണ്ട്, അതായത് മഹാപ്രളയത്തിൽ മായ ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട വികാരമുള്ളതായിട്ട് മായായാം ഗുണസാമ്യരുദ്ധ വികൃതവും
ത്വയി ലയം ആഗതായാം, അങ്ങയിൽ ലയത്തെ പ്രാപിച്ചതായി തീർന്നപ്പോൾ വ്യക്താവ്യക്തമിതം സ്ഥൂലമായും സൂക്ഷ്മമായുമുള്ള ഇത്, ഈ പ്രപഞ്ചം കിഞ്ചിത് ന അഭവത്, ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. തഥാ മൃത്യുഹു ച അമൃതം ച നോ സമഭൂത്, ഇക്കാലത്തെ മൃത്യുവോ, അതായത് സംസാരമോ അമൃതമയമായ മോക്ഷമോ ഉണ്ടായിരുന്നില്ല. അന്നഹ സ്ഥിതി ന, അന്ന എന്ന് പറഞ്ഞാൽ പകലിൻ്റെ സ്ഥിതിയില്ല, രാത്രിയുടെ സ്ഥിതിയുമില്ല. രാത്രേ സ്ഥിതിന, രാത്രിയുടെ സ്ഥിതിയുമില്ല, ദിനരാത്രങ്ങളില്ല. തത്രത്വം പരാനന്ദപ്രകാശാത്മന, ആ കാലഘട്ടത്തിൽ അവിടുന്ന് പരമാനന്ദ സ്വരൂപനായും പ്രകാശസ്വരൂപനായും ഏകഃ അശിഷ്യത കില, ഏകനായിട്ട് ഒറ്റയ്ക്ക് അവശേഷിച്ചു പോൽ എന്ന് പറയാണ്. പ്രളയത്തിൻ്റെ മഹാപ്രളയ സമയത്തുള്ള ആ വിവരണമാണ്. മഹാപ്രളയത്തിൽ ഈ ലോകമുണ്ടായിരുന്നില്ല, പകൽ രാത്രിയില്ല, പിന്നെ ജനനം മരണമില്ല, പക്ഷെ ശേഷിച്ചത് ഭഗവാൻ മാത്രം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാന്നോന്നരാത്രേഃ സ്ഥിതിഃ തത്രൈകസ്ത്വമശിഷ്യതാഃ കില പരാനന്ദപ്രകാശാത്മനാ. രണ്ടാമത്തെ ശ്ലോകം. കാലഃ കർമ്മ ഗുണശ്ച ജീവനിഭഃ വിശ്വം ച കാര്യം വിഭോ. കാലഃ കർമ്മ ഗുണശ്ച ജീവനിഭഃ വിശ്വം ച കാര്യം വിഭോ. ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാം ആയയുഃ. ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാം ആയയുഃ. തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം. തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം. നോ ചേത്യം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവഃ. നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവഃ. എങ്ങനെയാ പദം മുറിക്കേണ്ടത് നോക്കാം. കാലഃ കർമ്മ ഗുണശ്ച ജീവനിഭഃ വിശ്വം ച കാര്യം വിഭോ. ചില്ലീലാരതിമേയുഷി ഉണ്ട്. ചില്ലീലാരതിം ഏയുഷി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വായിക്കാം. ചില്ലീലാരതിമേയുഷി ഒറ്റ വാക്കായിട്ട്. ത്വയി തഥാ നിർലീനതാം ആയയുഃ. നിർലീനതാം ആയയുഃ എന്നുണ്ട്. നിർലീനതാം ആയയുഃ. തേഷാം നൈവ വദന്തി അസത്വമയി ഭോ. അപ്പോൾ തേഷാം നൈവ വദന്തി അസത്വമയി ഭോ എന്നുണ്ട്. ചിലപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തേഷാം നൈവ വദന്തി അസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം, അങ്ങനെ വായിക്കാം. നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോദ്ഭവേത് സംഭവഃ. അധികം ബുദ്ധിമുട്ടില്ലാത്തുള്ള ഒരു ശ്ലോകം തന്നെയാണ് ഈ രണ്ടാമത്തെ ശ്ലോകവും. ഇതിൻ്റെ അർത്ഥം നോക്കാം. ഗുരുവായൂരപ്പ ശരണം ഭഗവാനെ. വിഭോ തഥാ കാലഃ കർമ്മഗുണാച. സർവവ്യാപിയായ ഭഗവാനെ, അങ്ങ് ആ പ്രളയകാലത്ത് കാലവും കർമ്മവും തമസ്സുകൾ എന്ന ഗുണങ്ങളും ജീവനിഭഃ ജീവകളുടെ സമൂഹവും കാര്യം വിശ്വം ച
മായാകാര്യമായ പ്രപഞ്ചവും ലോകവും ചില്ലീലാരതിം യയുഷീ ത്വയിത തഥാ ചില്ലീലയിൽ താല്പര്യത്തെ പ്രാപിച്ചതായ അങ്ങയിൽ നിർലീനതാം ആയയുഹു വിശേഷം ലയിച്ചു കിടക്കുക എന്ന അവസ്ഥയെ പ്രാപിച്ചു. അയ്യഭോ അല്ലേ ഗുരുവായൂരപ്പ, ശക്തിയാത്മന ശക്തികളായിട്ട് വർത്തിച്ചിരുന്ന തേഷാം അസത്വം ന അവയ്ക്ക് അസത്വം, അതായത് തീരെ ഇല്ലായ്മ എന്ന് പറയുന്നില്ല തന്നെ. നോ ചെയ്ത് അങ്ങനെ പറയുന്നില്ല എങ്കിൽ ഗഗനപ്രസൂന സദൃശാം ആശാ കുസുമ തുല്യങ്ങളായ തേഷാം ഭൂയ സംഭവ കിം ഭവേത്, അവയ്ക്ക് പിന്നെ ഇങ്ങനെ ഉത്പത്തി ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. മറ്റേ ഇപ്പാട്, ഹേ ഗുരുവായൂരപ്പ, അങ്ങ് ആ പ്രളയകാലത്ത് ഇങ്ങനെ യോഗനിദ്ര പ്രാപിച്ച സമയത്ത് കാലമില്ല, സുഹൃതമില്ല, ദുഷ്കൃതമില്ല, കർമ്മമില്ല, സത്പ്രജസ്തമോ ഗുണങ്ങളൊന്നുമില്ല, മായാകാര്യമായ പ്രപഞ്ചമില്ല, അവയെല്ലാം എവിടെ പോയി? ഭഗവാനിൽ ലയിച്ചു. അതാണ് നിശേഷം ലയിച്ചു. അങ്ങനെയുള്ള ആ ശക്തികളോട് കൂടിയിട്ട് അവയ്ക്ക് അസത്വം, അതിനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഗുരുവായൂരപ്പ. ആകാശത്തിൽ പുഷ്പമുണ്ടോ? ഇല്ല. പക്ഷെ ആകാശ പുഷ്പങ്ങൾക്ക് തുല്യമായ അവയ്ക്ക് പിന്നെ ഉൽപ്പത്തി ഉണ്ടാകുമോ എന്നാ ചോദിക്കുന്നത്. വാസ്തവത്തിൽ അറിയണം പട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട്, അങ്ങ് യോഗനിദ്രയെ പ്രാപിച്ചപ്പോൾ ഈ പ്രപഞ്ചവും അങ്ങയുടെ കൂടെ അങ്ങയുടെ ഉദരത്തിൽ വന്നുവല്ലോ. നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ നോക്കിയില്ലേ, ഓരോരോ യോഗിമാരെ അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ക്രമമുക്തി, സദ്യമുക്തി എന്ന രണ്ട് മാർഗത്തിൽ കൂടി ഭഗവാനിൽ പ്രവേശിക്കും. ഇങ്ങനെയെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവും ഭഗവാന്റെ ഉദരത്തിൽ പ്രവേശിക്കും. അതോടുകൂടിയിട്ടാണ് മഹാപ്രളയം ഉണ്ടാവുക. ആ മഹാപ്രളയകാലത്തെ സ്ഥിതിയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഈ രണ്ട് ശ്ലോകങ്ങൾ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഇത് ഒരു ശ്ലോകം ഒന്നായിട്ട് വായിക്കാം. കാലഃ കർമ്മഗുണാശ്ച ജീവനിമഃ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം യേയുഷീ ത്വയി തദാ നിർലീനതാം ആയയുഃ തേഷാം നൈവ വദന്തി അസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത്യം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.